ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. നാരായണായ നമ 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 നാരായണ. നരകാസുരവധം. പിന്നെയും മുന്നം നരകാസുരൻ നൃപവര കന്യകമാരെ ബലാൽ പിടിച്ചു കൊണ്ടുപോയി പാരാത കാരാഗൃഹം തന്നിലിട്ടതിൽ പിന്നെ വാരിജനേത്രൻ കേട്ടുപോയി നരകനെ കൊന്നു. കന്യകമാരെയെല്ലാം മാധവൻ കൊണ്ടുവന്നു നന്നായി വിവാഹവും കഴിച്ചു കൊണ്ടിടിനാൻ. നാരിമാർ 16,000 നൃപ. കാരണപുമാൻ തൻ്റെ മായാവൈഭവം ചിത്രം ഇത്തരം കേട്ട നേരം മന്നവൻ ചോദ്യം ചെയ്തു. ഉത്തമപുമാൻ കൃഷ്ണൻ നരകൻ തന്നെ കൊൽവാൻ എന്തു കാരണമിവനാരുടെ പുത്രനെന്നും എന്തിത്ര കന്യാജനം ബന്ധിച്ചു കാരാഗൃഹേ എന്തവൻ തൻ്റെ ബലവീര്യ ശൗര്യങ്ങളെന്നും നിന്തിരുവടി അരുൾ ചെയ്തിവ കേൾപ്പിച്ചെൻ്റെ ചിന്താ സംശയങ്ങളെ തീർത്തരുൾ ചെയ്യണമേ എന്നതു കേട്ടു മുനി മന്ദഹാസവും ചെയ്തു നന്ദിച്ചു നൃപനോടു കേൾക്ക നീവയെന്നാൻ. മുന്നമങ്ങൊരു നൃപപത്നിമാർ കന്യകമാരൊന്നിച്ചു 16,000 നൃപനുമായിരിക്കും വിധോ വിഷ്ണു ഭഗവാൻ ഭിക്ഷുവായി ചരിച്ചു ചെന്നു നൃപസന്നിധോ തേജോമയൻ. നാരിമാർ നൃപനെയും വിട്ടു ഭിക്ഷുവിൻ വശം ചേരുവാൻ കാമിച്ചപ്പോൾ ശപിച്ചു നൃപൻ താനും. പിന്നെയും നാരിമാർക്കു വരവുമുണ്ടു പുരാ വന്നിടും ഭർത്താവായി വിഷ്ണുവാം കൃഷ്ണനെന്നും ചൊല്ലിയിടും ഒരു പക്ഷം മുന്നേവനായ നൃപനല്ലോ പിന്നെയും വന്നു ജനിച്ചു നരകനായി എന്നതും പറയുന്നു. നാരിമാർ വിരിഞ്ചനെ നന്നായി സേവിച്ചതു നാരദാജ്ഞയാലെന്നും അന്നു ധാതാവു നൽകി വരമെന്നൊരു പക്ഷം പിന്നെ നാരദവാക്യാനുഗ്രഹമെന്നുമുണ്ടു. പോകവയെല്ലാം പൂർവകാരണമല്ലോ സർവം ലോകനായകൻ മഹാമായയാർക്കറിയാവൂ. മുന്നമേ നാരായണൻ ഭൂമിയെ സ്ഥാനത്താക്കി ഉന്നതൻ ഹിരണ്യാക്ഷൻ തന്നെ കൊന്നെന്നുള്ളതു മുന്നമേ ചൊന്നേനന്നു മാധവഘോണാശൃംഗ സംഗേന ഭൂമിക്കന്നു പുത്രനുമുണ്ടായിതു. ദാനവസ്പർശത്തിനാൽ ശുദ്ധമല്ലായികയാലും ദീനയായി മുഷിഞ്ഞതി ദുഃഖിത സമയത്തു പുത്രനുണ്ടാകയാലേ അപ്പോഴേ ഭൂമിദേവി പുത്രനെ രക്ഷിക്കേണമെന്നു മാധവനോടു അർത്ഥിച്ചാൽ മഹാവിഷ്ണു തെളിഞ്ഞു നരകനും അത്ര നാരായണാസ്ത്രം നൽകി പിന്നെയും ചൊന്നാൻ. ആർക്കുമേ ഒരു നാളും നൽകിയിടാതൊരു ശരം ഓർക്ക നീ മൽപ്രിയാർത്ഥം ഗുഹ്യമാമിതു തന്നെ. എത്രയും സാരമിതം മറ്റൊരുത്തനു നേരെ ഓർത്തയക്കിലോ ഒരു തരമായി ഫലിച്ചിടും എന്നു നിന്നുടെ കയ്യിൽ അസ്ത്രമിതിരിക്കിലോ നിന്നെ ഞാൻ എന്നെ കൊൽകയില്ലെന്നു ധരിക്ക നീ എന്നരുൾ ചെയ്തു മുന്നം മറഞ്ഞു നാരായണൻ. വന്ന മോദത്തോടുടൻ നരകൻ വന്നു പിന്നെ വേഗേന പ്രാഗ്ജ്യോതിഷമെന്നുള്ള രാജ്യത്തിങ്കൽ യോഗ്യമായൂർജിതമാം പുരവും ചമച്ചിതു. പിന്നെയങ്ങതിമ്പുരേ തന്നുടെ മായയാലേ ഉന്നത ദുർഗങ്ങളും തീർത്തിതു ചുഴലവും അസ്ത്രത്താൽ ഗിരിജലപവന ദുർഗങ്ങളും എത്രയും ഘോരം മുരപാശമാം ദുർഗമതും ഭേദിച്ചിടുകയില്ലയാരുമേ ദുർഗങ്ങളെ. മേദിനി തൻ്റെ വരശക്തി കൊണ്ടറിഞ്ഞാലും ഇഷ്ടനാം മുരനോടും ദൈത്യവർഗങ്ങളോടും തുഷ്ട്യാ വാണിതു നന്നായി നരകൻ പ്രാഗ്ജ്യോതിഷേ. പിന്നെയങ്ങവനോരോ ദുഷ്ടത തുടങ്ങിനാൻ ചെന്നവനോരോ നൃപന്മാരെയും കൊല ചെയ്തു
പാരാതെ രാജകന്യമാരെയും കൊണ്ടുപോന്നു. ആവശ്യമില്ലാത്തവൻ കൊണ്ടുപോയി കാരാഗൃഹേ. കേവലമാക്കി ദൈത്യവർഗവും ഒരുമിച്ചു. ഗോവധം വിപ്രവധമിത്യാദി ദുഷ്ടകർമ്മം ആവോളം ചെയ്തു കഴിഞ്ഞു പലയുഗം. അന്നേരമൊരു ദിനം ചെന്നിട്ടു സുരലോകം വെന്നു ദേവേന്ദ്രനാദിദേവകൾ തമ്മെ. പിന്നെ വാനവർക്കോൻ തൻ മാതൃകുണ്ടലം തട്ടിപ്പറിച്ചിന്ദ്രഛത്രവും കൊണ്ടുപോന്നിതു നരകനും. ഇന്ദ്രനും അത് സഹിച്ചിടായ്ക മൂലം വന്നു ഖിന്നതയോടും ദ്വാരാവതി പുക്കുണർത്തിച്ചാൻ. പന്നകശായി കൃഷ്ണൻ ഭാമയോടൊരുമിച്ചു പന്നകാരാതി കണ്ഠമേറിപ്പോയി പ്രാഗ്ജ്യോതിഷം എന്നുള്ള പുരത്തിൻ്റെ സന്നിധൗ ചെന്നു നിന്നു. നന്നായിട്ടപ്പുരിതൻ വൃത്താന്തമറിഞ്ഞിട്ടു ഗതയാലദ്രിദുർഗം സായകചക്രാലഗ്നി ജലവായുക്കളായ ദുർഗങ്ങൾ സംഹരിച്ചു. മുരപാശത്തെ വാളാൽ ശംഖനാദേന യന്ത്രം പെരിയ ദുർഗഹ്രമദമാദിയഗത കൊണ്ടും പ്രാകാരാദികൾ തകർത്തിടിനാൻ. പാഞ്ചജന്യം പകരപ്പകരവേ വിളിച്ചു തൽധ്വനിയാൽ ഉന്നത ദുർഗങ്ങളെ ഗദാചക്രങ്ങൾ കൊണ്ടും ഭിന്നമതാക്കി കടന്നകത്തു ചെന്നിടിനാൻ. അന്നേരം മുരാസുരൻ ശയിക്കുന്നതും വിട്ടു വന്നു വേഗത്താൽ പഞ്ചമസ്തകൻ ത്രിശൂലേന ക്രുദ്ധനായിക്കൊണ്ടു ഘോരയുദ്ധവും തുടങ്ങിനാൻ. മുഗ്ധലോചനൻ താനും ദൈത്യനും ഒരുപോലെ തങ്ങളിൽ പൊരുത പോരത്രയും ഘോരം രൂക്ഷിതനായി താർക്ഷ്യൻ നാഗത്തെ കീറും പോലെ രൂക്ഷനാം മുരൻ തൻ്റെ മുഖങ്ങൾ കീറിയിടിനാൻ. ശൂലത്താൽ താർക്ഷ്യൻ തന്നെ കുത്തിനാൻ. ദൈത്യൻ താനും ശൂലത്തിൻ മുകളിലും നിന്നു പോർ ചെയ്തു താക്ഷ്യൻ. മാധവൻ താനും മുരൻ താനുമായി ശരങ്ങളാൽ ബാധിച്ചുരണം ചെയ്തു ലോകങ്ങൾ കുലുങ്ങവേ. ആയുധമോരോ തരമെടുത്തു പുരാസുരൻ. മാധവൻ താനും മുരൻ താനുമായി ശരങ്ങളാൽ ബാധിച്ചുരണം ചെയ്തു ലോകങ്ങൾ കുലുങ്ങവേ. ആയുധമോരോ തരമെടുത്തു മുരാസുരൻ മായയാരണം ചെയ്തു മാധവൻ താനുമപ്പോൾ. ശസ്ത്രത്താൽ കരങ്ങളും മുറിച്ചു മുരൻ തന്നെ എത്രയും വേഗാൽ ചക്രം കൊണ്ടു കൊന്നദ്രി പോലെ. വീണങ്ങു കിടക്കുന്ന താതനെ കണ്ടു പുത്രർ ക്ഷീണത പൂണ്ടു ക്രോധമുജ്ജലിച്ചടുത്തിതു. ത്രാമ്രനുമന്തരീക്ഷൻ ശ്രവണൻ വസുവിഭാവസുവും നഭസ്വാനുമരുണനേഴു പുത്രർ മുഖ്യന്മാരവർ പടയോടും വന്നേറ്റുരണം. ഉദ്യോഗത്തോടുരണേ മാധവനവരെയും കൊന്നിതു മുരനുട പുത്രന്മാരെല്ലാരെയും. എന്നിവ കേട്ടു കോപാൽ നരകൻ പുറപ്പെട്ടു വന്നിതു പടഹവാദ്യാദിഘോഷങ്ങളോടും. ഗരുഡോപരി സത്യഭാമ സംയുതോജ്വലം പരമപുരുഷനാം കാർവർണം കണ്ടു വേഗാൽ. സേനകളോടും ദൈത്യവീരരുമൊരുമിച്ചു നന്ദനന്ദനോടു നരകൻ യുദ്ധമേറ്റു. വൈനതേയനും യുദ്ധമാം വണ്ണം തുടങ്ങിനാൻ. സേനകളെയും സേനാനായകന്മാരുമായി വാനലോകത്തു പറഞ്ഞയച്ചുരണേ കൃഷ്ണൻ. സേനകൾ നശിച്ചതു കണ്ടൊരു നരകനും ദൈന്യകോപങ്ങൾ പൂണ്ടു യുദ്ധസന്നദ്ധനായി. ഐരാവതാഖ്യകുലജാതികളായുള്ളൊരു വാരണയൂഥത്തോടുമൊത്തു വന്നിതു ദൈത്യൻ. ഉണ്ടവൻ 66 വാരണമതു കണ്ടുകൊണ്ടാലും ഗിരിസന്നിഭമവർ രൂപം. കൊമ്പുകൾ 4 വേഗം പാർത്താൽ അമ്പിനേക്കാളുമുണ്ടു വാരണമെല്ലാറ്റിനും. ഉന്നത വാരണത്തിൻ പുറത്തു മാനമോടു വന്നിട്ടു നരകനും ബാണങ്ങൾ തൂകിയിടിനാൻ. ദൈത്യനും ദൈത്യാരിയും തങ്ങളിൽ അത്യുഗ്രമായി ഭീതി കാണികൾക്കുണ്ടായി വരുമാറുള്ളരണം ചെയ്തിതു. തമ്മിൽ അസ്ത്രശസ്ത്രാദി വർഷങ്ങളാലെയ്തിതു തമ്മിൽ പ്രത്യേകമായും ശരം. ഇങ്ങനെയുള്ള രണമെങ്ങുമേയുണ്ടായില്ല മുന്നം നാളിലുമെന്നു പുകഴ്ത്തി കാണികളും.
പക്ഷിനായകൻ വീരമത്തരാം ഗജങ്ങളെ പക്ഷം കൊണ്ടെടുത്തെറിഞ്ഞിടിനാൻ ദിഗംബരെ. ഹസ്തികൾ തൻ്റെ മുഖം ചവിട്ടിക്കൊത്തിപ്പിളർന്നക്ഷണം ഗജങ്ങളുമാർത്തരായി പന്തിപുക്കാർ. താക്ഷനാൽ സേനാനാശം കണ്ടൊരു നരകനും തക്ഷണം വജ്രം പ്രയോഗിച്ചിതു പിന്നെ വേഗം. ശൂലവുമെടുത്തടുത്തിടിനാൻ നരകനും ശൂലി താൻ കൊടുത്തതു അതുമയച്ചു കൃഷ്ണൻ തന്നെ വധിപ്പാൻ. അതു തന്നെ മാധവൻ ചക്രത്തിനാൽ ഛേദിച്ചു നരകനെ ഗജത്തിൻ കഴുത്തോടും വധിച്ചു. ചക്രമതും ജ്വലിച്ചു പോന്നു പിന്നെ വേദവിഗ്രഹൻ തൻ്റെ സന്നിധോ പുക്കു നിന്നു. മിന്നും കുണ്ടലങ്ങളും നരകൻ തലയോടും മന്നിടത്തിങ്കൽ വീണ നേരത്തു ദേവാദികൾ ആശ്ചര്യമെന്നു ഘോഷിച്ചത്രയും പുഷ്പവർഷം ഈശ്വരൻ മൂർധനി ചെയ്തു വാദ്യഘോഷങ്ങളോടും. അപ്സര സ്ത്രീകളെല്ലാം നൃത്തവും തുടങ്ങിനാർ. ചിൽപ്പുമാൻ തന്നെ സ്തുതിച്ചിടിനാൻ ദേവാദികൾ. പ്രത്യക്ഷയായി വന്നു ഭൂമിയുമതു നേരം പുത്രപൗത്രനാം ഭഗദത്ത പൗത്രനുമായി. ഛത്രവും കുണ്ടലങ്ങൾ രത്നങ്ങളിവയോടും ഉത്തമ പുരുഷനു കാഴ്ചയും വച്ചു ഭൂമി. മാധവപാദത്തിങ്കൽ വീണു കൈകൂപ്പിക്കൊണ്ടു മാധവ പത്നി സ്തുതിച്ചിടിനാളിത്തം ഭക്ത്യാ. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര നമസ്തേ ഭക്തഭാവരൂപായ പരമാത്മൻ. നമസ്തേ പത്മനാഭ നമസ്തേ പത്മയോനി നമസ്തേ കമലാക്ഷ കമലമാല്യധര നമസ്തേ പത്മപാദ വാസുദേവായ വിഷ്ണു നമസ്തേ പുരുഷായ ആദിഭൂതായ നമഃ. നമസ്തേ പൂർണ്ണബോധ നമസ്തേ ബ്രഹ്മരൂപ നമസ്തേ അജായത്തെ അനന്തശക്തായത്തെ നമസ്തേ പരാപരമാത്മഭൂതാത്മനേത്തെ. നിന്തിരുകടാക്ഷത്താൽ രാജസത്തിനാൽ സൃഷ്ടി സത്വമാം നിന്തിരുവടി തമോ ഗുണത്താൽ സംഹാരവും. നിന്തിരുകടാക്ഷത്താൽ രാജസത്തിനാൽ സൃഷ്ടി നിന്തിരുവടി തമോ ഗുണത്താൽ സംഹാരവും. സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷയും ഭവാൻ ഇത്രിഗുണത്തിൻ കർത്താവായതും ഭവാൻ തന്നെ. കാലമായതും പ്രധാനാത്മപുരുഷൻ നീയേ. ലീലയാ ഭൂമി ജലമഗ്നിവായുവും വ്യോമം മാത്രകളനാദിയാമിന്ദ്രിയങ്ങൾക്കും കർത്താ. നിത്യാദ്യഖില ജംഗമാജംഗമങ്ങൾ ഒക്കെയും ഭവാൻ തന്നെ. വേറെയെന്നുള്ള ഭ്രമം ചിത്തേ തോന്നരുതതിനായടി വണങ്ങുന്നേൻ. ചിത്തേ തോന്നരുതതിനായടി വണങ്ങുന്നേൻ. നമസ്തേ ഭീതാപഹ സന്തോഷപാലയ മാം സമസ്ത കർമ്മങ്ങളാലതിന്നു നമസ്കാരം. ഇങ്ങനെ ഭൂമി സ്തുതിച്ചന്നേരം മുകുന്ദനും വന്നൊരു മോദത്തോടെ ഭൂമിയെ അയച്ചിതു. ഭൗമമന്ദിരം ബുക്കു ഭഗദത്തനാം വീരം ഭൂമിപനാക്കി വച്ചു മാധവനനന്തരം. മുന്നമേ നരകനു നൽകിയോരസ്ത്രമതു ഒന്നുമേയുപകരിയായികയാലതു പിന്നേവനായ ഭഗദത്തനും അതുപോലെ നന്ദജൻ പറഞ്ഞങ്ങു കൊടുത്തു വേഗത്തോടും. മുന്നം ദാനവൻ ബന്ധിച്ചിടിന കന്യാജനം തന്നെ ബന്ധനം നീക്കിയിട്ടൻപോടു ജനാർദ്ദനൻ. കന്യകമാരെ നന്നായി പറഞ്ഞു മോദമാക്കി. കന്യകമാരും കൃഷ്ണൻ തന്നെ കണ്ടതു മൂലം കാമപീഡിതരായിട്ടിന്നവൻ ഭർത്താവാകയസ്മാകമപേക്ഷയെന്നർത്ഥിച്ചാർ മനസ്സിങ്കൽ. അവ്യാജ ഭക്തിയോടെ കന്യകമാരെല്ലാവരും അവ്യയൻ കൃഷ്ണൻ തന്നെ ചിന്തിച്ചിതറികടോ. വിധിമോദേന സ്നാനപാനാശനം ചെയ്തു മാധവൻ കന്യകമാർക്കൊക്കവേ വസ്ത്രാദ്യങ്ങൾ തൃപ്തിയാം വണ്ണം കൊടിപ്പിച്ചുടൻ ശിബികമേൽ സപ്തമങ്ങളെ എടുപ്പിച്ചു ദ്വാരകയ്ക്കായി അയച്ചു ജഗൽപതി മാധവൻ നാരായണൻ. മായാമാനുഷൻ ക്ഷീരവാരിധി ജാതങ്ങളായി ധവളവർണ്ണമായി 4 കൊമ്പുകളോടും പർവ്വത തുല്യങ്ങളായിടീന ഗജങ്ങളിൽ
ഒന്നിനെ ഭഗദത്തൻ തനിക്കും നൽകി ശേഷം നിന്നീടും 64 ദ്വാരകയ്ക്കായി കൊടുത്തു വിട്ടിടിനാൻ അർത്ഥഭൂഷണത്തോടും കടമാൻമിഴിമാരും ചെന്നു ദ്വാരക പുക്കാർ. വാരിജേക്ഷണൻ സത്യഭാമയുമൊരുമിച്ചു പാരാതദിവം ബുക്കു വന്ദിച്ചാനതിഥിയെ. കുണ്ടലമതിഥിക്കു നൽകിയ നേരമവൾ നന്നായി വരികെന്നു ചൊല്ലിനാൾ മോദത്തോടെ. ഇന്ദ്രനും കൃഷ്ണൻ തന്നെ പൂജിച്ചു ഭക്തിയോടും ഇന്ദ്രാണി ഭാമ തന്നെ സൽക്കരിച്ചിതു മോദാൽ. യാത്രയും ചൊല്ലിപ്പോരും നേരത്തു മുകുന്ദനോടാസ്തയാ സത്യഭാമ കൽപ്പകാശയാ ചൊന്നാൾ. ഇന്നിതു നമുക്കങ്ങു കൊണ്ടുപോകയും വേണം എന്നവൾ താൽപര്യമായി പരകമൂലം. കൃഷ്ണൻ പാരിജാതാഗരുവും പകുത്തുകൊണ്ടു വേഗം ആരൂഢമോദത്തോടു നടന്നു തുടങ്ങിനാൻ. കേൾക്കടോ ബഹുദിവ്യ കുണ്ടലഛത്രമതും നീക്കമെന്നിയെ കൊടുത്തിങ്ങു പോരുന്ന നേരം. പാരിജാതത്തിൻ കൊമ്പു കൊണ്ടുപോന്നത് കണ്ടു വാരിച്ച കോപമോടെ ചെന്നിതു മഹേന്ദ്രനും. ഐശ്വര്യമത്തമോദാലിങ്ങനെ കുസുമത്താൽ ഈശ്വരനോടു യുദ്ധം തുടർന്നു ചിത്രം. ദേവതാഗണത്തെയും ജയിച്ചു മുകുന്ദനും. കേവലം മോദാൽ ചെന്നു ദ്വാരകാപുരം ബുക്കു. കോമളമായുള്ളൊരു പാരിജാതത്തെ സത്യഭാമതൻ ഗൃഹത്തിങ്കൽ വെച്ചിതു വഴി പോലെ. അത്തരു കുസുമത്തിൻ സുഗന്ധം പരന്നിടും 10 യോജന ദിശി സാന്ദ്രമായൊരു പോലെ. തന്നുട ഗൃഹേ മണിവയ്ക്കായിക മൂലം ഭാമ തന്നുള്ളിൽ ശോകം തീർപ്പാനാമിതെന്നൊരു പക്ഷം. മുന്നമിങ്ങയച്ചൊരു രാജകന്യകമാരെ നന്ദജൻ കൃഷ്ണനോരോരോ നാരിമാർക്കോരോ രൂപം ധരിച്ചു വേട്ടിയിടിനാൻ. 16 ധരിച്ചു വേട്ടിയിടിനാൻ 16 ഒരുമിച്ചൊരു ദിനമേകദാ മുഹൂർത്തത്തിൽ. എല്ലാവർക്കും ഓരോ മണിഗൃഹങ്ങൾ തീർപ്പിച്ചതിൽ എല്ലാ നാരികളോടും കൂടി മാധവൻ താനും അല്ലലെന്നിയെ വസിപ്പിച്ചു വാണിതു കൃഷ്ണൻ. കല്യാണിമാരുമായി നിസ്സംഗൻ നാരായണൻ നല്ലൊരു ഗൃഹസ്ഥനായി വാണിതു വഴി പോലെ. ലജ്ജയും അനുരാഗ സന്തോഷ സൗഖ്യങ്ങളോടബ്ജപത്രേക്ഷണമാർ ലോകൈകപതിയായ കാന്തനും ഒരുമിച്ചു വാണിതു നാരീജനം. ചിന്തയിൽ വൈരത്തിനു ബന്ധവുമുണ്ടായില്ല എന്നല്ല അനുരാഗം മേൽക്കമേലുണ്ടായി വന്നു. എല്ലാ നേരവും എന്നോടൊന്നിച്ചൻ ഗൃഹത്തിങ്കൽ മല്ലലോചനൻ വസിക്കുന്നതെന്നോർക്കമൂലം. എന്നിലെന്നിയേരതി മറ്റില്ല കൃഷ്ണനെന്നു സുന്ദരിമാർക്കു തോന്നി വൈരമില്ലതിനാലെ. സർവാത്മാ പരിപൂർണൻ തന്നുടമായയാലെ നിർവികാരാത്മാവിങ്കൽ ഈ വണ്ണം തോന്നിച്ചോരോ ഭേദവിഭ്രമാൽ കളിപ്പിച്ചിതു പാർക്കിൽ. പിന്നെ ഭേദമേതുമേയില്ലെന്നാകിലും തോന്നിച്ചിടും. ബോധരൂപനായി പരബ്രഹ്മമംബരതുല്യൻ മാധവൻ മായാമയൻ മായാതീതനാം വിഷ്ണു. മാനിനിമാരായുള്ളോർക്കിത്തരം തോന്നിച്ചിതു മനസ്സേ വിചാരിച്ചാലെന്തൊരദ്ഭുതമെടോ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യഃ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.